ചേട്ടാ ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് എങ്ങനെയാണ് സ്ക്രീനിൽ ചേട്ടൻ കരഞ്ഞാൽ പ്രേക്ഷകർ കരയും, ചേട്ടൻ ചിരിച്ചാൽ പ്രേക്ഷകർ ചിരിക്കും. അതൊരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു കഴിവാണ്. എങ്ങനെ സാധിക്കുന്നടാവേ? ജീവിതത്തിൽ ഭയങ്കര അനുഭവങ്ങളുണ്ട് ഒരുപാട്. കാരണം കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ദാരിദ്ര്യം. അത് ഒറ്റക്കൊപ്പായിട്ട് സ്കൂളിൽ പോയ ഒരാളാണ്. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ പണിക്ക് പോയതാണ്. പ്രീ ഡിഗ്രി പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലം അങ്ങനെ ഉണ്ടല്ലോ. 35 വർഷം മുമ്പേ, 35 വർഷം 10ാം ക്ലാസ് ആയിട്ട് 35 വർഷമായി. അപ്പോൾ നമുക്കൊന്നുമില്ല. അപ്പോൾ കലോത്സവം, നാടകം ഇതൊക്കെ ആയിരുന്നു അന്നും ഇഷ്ടം. അപ്പോൾ ഒരു നാടകത്തിലൊക്കെ സബ് ജില്ലയിൽ കൊണ്ടുപോകാൻ പൈസ ഒന്നുമില്ല. എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാ. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഇന്ന് ചേട്ടൻ ചിരിച്ചാൽ ഞങ്ങൾ ചിരിക്കും, ചേട്ടൻ കരഞ്ഞാൽ ഞങ്ങൾ കരയും. കാരണം അത്രയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലാൻ ചേട്ടനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഉണ്ണിയെ കൊണ്ട് ചിരിപ്പിക്കാൻ മാത്രമല്ല, കരയിപ്പിക്കാനും ചിന്തിക്കാനും കഴിയും. ഉണ്ണിക്ക് ഇതുപോലത്തെ മെയിൻ റോളുകൾ കൊടുക്കണം. ക്ലൈമാക്സ് വേറെ ലെവൽ. ഉണ്ണി കരയിപ്പിച്ചു. ഉണ്ണിയുടെ അഭിനയം കണ്ട് കണ്ണ് നിറഞ്ഞു. താങ്കളെ കണ്ടപ്പോൾ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെയാണ് ഓർമ്മ. ഇതിക്കുള്ള എന്താ ചേട്ടാ വേണ്ടത്? സത്യം, ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാണ്ട് എത്തിപ്പെട്ട ഒരാളാണ്. അങ്ങനെ പല പണിയെടുത്ത് യാത്ര ചെയ്യുമ്പോൾ പിന്നെ യാദൃശ്യമായിട്ട് ഇങ്ങനെ മറിമായത്തിലൊക്കെ വന്ന് പിന്നെ സിനിമയിലൊക്കെ ഒരു ഓഡിഷനിലാണ് പോയത്. 91 ദൃക്സാക്ഷിയിൽ. പിന്നെ 2022 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വെച്ച ഹാസ്യതാരമൊക്കെ ഇറക്കി. അതൊക്കെ ഈ യാത്രക്ക് ഭയങ്കര ഊർജ്ജമായി. നടനെന്ന് വെച്ചാൽ ഞാൻ നല്ല നടനൊന്നുമല്ല. ഒരു യാത്ര എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്. ചുറ്റുപാടുകളും നാടും നാട്ടുകാരും സുഹൃത്തുക്കളും സൗഹൃദങ്ങളൊക്കെ എൻ്റെ ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അക്കാഡമിക്ക് അവരാണ്, പ്രേക്ഷകരാണ്. എനിക്ക് വേറെ ഒരു അക്കാഡമിക്കും ബയോഡാറ്റ ഇല്ലാത്തൊരു മനുഷ്യൻ. ഇങ്ങനെ ഈ ഒരു മിമിക്രിന്റെ ഇടയിലെത്തും ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം നമ്മൾ കണ്ട ആൾക്കാരാണ്, ആശാമാരാണ്, നമ്മളൊന്നുമല്ല. അവരെ കണ്ടപ്പോ നമ്മൾ അവരെ കൂട്ടത്തിൽ ഒരാളായി. അതുപോലെ പിന്നെ ഈ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ എന്നെ ഭയങ്കര എന്താണ് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത്. സത്യത്തില് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അതിനെ കുറിച്ച് അപ്പൊ എന്റെ ഫോണില്ല. ഞാൻ വേഗം ചെന്ന് ഫോൺ എടുത്തപ്പോഴത്തേക്കും ചേട്ടൻ ഒരു കോള് വന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നാണ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചത്. ചേട്ടൻ പറഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ട് ഇന്ന് ആരുടെയൊക്കെയോ എന്തൊക്കെയാണ് ചേട്ടൻ. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ എന്നും തമാശയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യമായിട്ടാണ് ഒരു കോമഡി അല്ല സീരിയസ് വേഷം. അപ്പൊ സീരിയസ് പറയുന്നത് അതിലെ ഒരാളെന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ സീരിയസ് ചെയ്യില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി പോയി, നിങ്ങൾ ഭയങ്കര ഫീലായി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര അത് ഞാൻ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതാണ്. കാരണം ഞാൻ എല്ലാവരോടും പറയലേ സിനിമക്കാരോടൊപ്പം എനിക്കൊരു അധികം തമാശ വേഷമാണ് തരില്ല. 2 ദിവസം 3 ദിവസം 5 ദിവസം. അപ്പൊ എനിക്കറിയാം തമാശയാണ്, അവർ മറിമാറ്റി തമാശ. അപ്പൊ ഒരു ദിവസം മാറ്റി തന്നതാ. ഏത് കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ പാർട്ട് 2 കോടീശ്വരനായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാരണം ആ എപ്പിസോഡിൽ ഞങ്ങളൊക്കെ കരയിപ്പിച്ച ഒരാളാണ്. അപ്പൊ അടുത്ത പാർട്ട് 2 കോടീശ്വരനായിട്ട് വരും, കോടീശ്വരനായിട്ട് വരും. അപ്പം പ്രേക്ഷകർ കമന്റ് ഇട്ട് വിഷമിച്ചിരിക്കുന്ന പ്രേക്ഷകരെ അദ്ദേഹം അടുത്ത പാർട്ടിൽ കോടീശ്വരനായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല, എല്ലാ കഥാപാത്രങ്ങളും ചെയ്യണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു പോണം യാത്രയില്. അങ്ങനെ ഉണ്ടല്ലോ, എന്തായാലും സന്തോഷാണ്, എല്ലാം സന്തോഷമാണ്, സ്നേഹമാണ്. അതെ, അപ്പൊ ചേട്ടാ ഒരു വലിയ സന്തോഷം. പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയൊക്കെ പ്രേക്ഷകരോട് നിങ്ങളാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല നമ്മളൊന്നുമല്ല, നിങ്ങൾ തരുന്ന ഊർജ്ജമാണ്. ഇപ്പം സങ്കടങ്ങൾ പറയുമ്പോൾ കഥാപാത്രങ്ങൾ അത് നിങ്ങൾ ഏറ്റവും ഏറ്റെടുത്തു. ഒരുപാട് കമന്റ് പറഞ്ഞൊക്കെ പറയുമ്പോൾ സന്തോഷം, സ്നേഹം, ഒരുപാട് നന്ദി. സംസാരിക്കുമ്പോൾ ചേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം നിറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ നമുക്ക് വ്യക്തമാക്കാം. ഒരു പക്ഷേ ആരുമില്ലാത്തടത്ത് നിന്നും ഒന്നുമില്ലാത്തടത്ത് നിന്നും വന്ന് ഇപ്പോൾ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ചേച്ചി നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. നമ്മളവിടെ അവസാനത്തെ ആഘോഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഞാനൊന്ന് വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഫാഷൻ ഷോ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പോയി. ആ സമയത്താണെങ്കിലും ചേച്ചിയുടെ കൂടെ നിന്ന ആള് ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ. ഇപ്പം ഉണ്ണിച്ചേട്ടൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡ് ഭയങ്കര വൈറലായിരിക്കുക. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഇന്നിവിടെ ഇന്റർവ്യൂവിന് വന്ന് ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിനുള്ളൊരു പേടിയുണ്ട്. കോമഡി ചെയ്യുന്ന ഒരാൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്താൽ കളിയാക്കലുകൾ ഉണ്ടാവുമോ, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്.
ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ചേച്ചി കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഒന്ന് പറയാമോ? അല്ല, അത് ഉണ്ണിയേട്ടൻ എന്നുള്ളതല്ല. അപ്പം നമ്മുടെ ടീം ഇന്ന് ഞങ്ങൾക്ക് ഷൂട്ടുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ വന്നു. അത്യാവശ്യമുള്ള ആൾക്കാർ സീൻ അഭിനയിക്കാൻ പോയി. ഞങ്ങൾ ഇന്നലെ അഭിനയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ 4 പേർക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ ഒരു വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണോ എന്ന് തോന്നും. അതെ, അപ്പം നമ്മളിപ്പോൾ എല്ലാവരും മനുഷ്യരാണ്. ചിലർക്ക് ചില കുറവുകൾ ഉണ്ടാവും, ചിലർ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ ഏത് രീതിയിലാണ് ഞങ്ങൾ ഒന്നിച്ച് പോയാൽ വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ ഫാഷൻ ഷോക്ക് ആദ്യം വിളിക്കും ഉണ്ണിയേട്ടൻ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനും വരാന്നാലും നമുക്ക് 2 കൂടി പോവാന്ന് പറഞ്ഞു. ഉണ്ണിയേട്ടന് പ്രൈസും കിട്ടി. സന്തോഷം. അപ്പോൾ എനിക്കറിയായിരുന്നു ഉണ്ണിയേട്ടൻ അത് ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും ഉണ്ണിയേട്ടൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെയാണ് നമ്മുടെ സീനുകൾ വർക്ക് ചെയ്യുമ്പോഴും മണിയേട്ടൻ ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, നിയാസ്ക പറഞ്ഞു തരാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്, ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 15 വർഷമായിട്ട് ഞങ്ങൾ ടീം പിരിയാത്തതും ഇത്ര സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതും. ഞാൻ സത്യത്തിൽ ചോദിക്കാൻ വരികയായിരുന്നു, മറ്റുള്ള നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ, TV ഷോകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ TV സീരിയലുകൾ കണ്ടിട്ടുണ്ട്, സീരീസുകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇത്രയും വർഷമായിട്ട് മറിമായം നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ആ ഒരു ടീമിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമുണ്ട്. അതെന്തായിട്ടാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, അത് നമ്മുടെ ഇടയിൽ ഒരിക്കലും ഒരു ഈഗോ ക്ലഷ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഓരോരുത്തരുടെയും ഒരു ടാലൻറ്റ് എന്താണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അറിയാം. പിന്നെ ഒരാൾ എന്ത് പറയും എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം അറിയാം. ഒരാൾ ശ്വാസം വലിച്ചെപ്പോൾ തീരും എന്നുള്ളത് വരെ ഞങ്ങൾക്ക് അറിയാം. അത്രയും ഞങ്ങൾ സിങ്കാണ്. അപ്പോൾ അത് തന്നെയാണ്, നമ്മുടെ ടീം ഒരിക്കലും പിരിയരുത് എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ ഫാമിലിക്കും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അത് നമ്മുടെ ഓരോ വീട്ടിലുള്ള ഓരോ സാഹചര്യത്തിലും ആദ്യം ഓടിയെത്തുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഞാനിത് ചോദിക്കണം എന്ന് വിചാരിച്ചതിൻ്റെ റീസൺ അതാണ്. ചേച്ചി അവിടെ ഷോയ്ക്കൊക്കെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഒരു ഭയങ്കര ഒരു കെമിസ്ട്രി. അതായത് നമുക്ക് പേടിച്ച് പുറകോട്ടേക്കുന്ന ആളെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പേഴ്സണലി കിട്ടിയത്. അപ്പോൾ എനിക്ക് ചേച്ചിനോട് ചോദിക്കണം എന്ന് തോന്നി, ഉണ്ണിയേട്ടൻ ശരിക്കും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണോ? ഉണ്ണിയേട്ടൻ അങ്ങനെ തന്നെയാണ്. ഉണ്ണിയേട്ടൻ ഒരു മാഷാണ് ആക്ച്വലി. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ ചെറുതായിട്ടൊന്ന് ബാക്ക് അടിക്കും. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ആള് ഹീറോ ആവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി എല്ലാ അവസരങ്ങളിലും അങ്ങനെ ആളെ തള്ളിവിടും. ഈ മറിവായൻ ടീമിൽ ഏറ്റവും പാവമാരായിരിക്കും ഒരു പക്ഷെ? അങ്ങനെ ആരും പാവല്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ഉണ്ണിയേട്ടൻ ഇങ്ങനെയാണെങ്കിൽ പോലും വേറെ പല ഏരിയകളിലും ഉണ്ണിയേട്ടൻ വളരെ മികച്ചതാണ്. അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. അതെ, അതൊന്നും ഞങ്ങൾ പുറത്ത് പറയാത്ത ട്രേഡ് സീക്രട്ടുകളാണ്. ഇനി നിങ്ങളുടെ അതേ ടീമിന്റെ ഉള്ളില് ഏറ്റവും എന്താ പറയണേ, ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തിനും ഏതിനും ഒരു റെമഡി, ഒരു സൊല്യൂഷൻ, പവർ പാക്ക് ആയിട്ടുള്ള ഒരാളാരായിരിക്കും? അങ്ങനെയില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ, ഇപ്പം നമ്മൾ രണ്ടൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ നിന്നോടായിരിക്കും പറയാം. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൊതുവെ ഇവരെല്ലാവരും വട്ടത്തിൽ ഇരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാറ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് എനിക്ക് സൊല്യൂഷൻസ് തന്നിട്ടുള്ളത്. അത് ഇതുവരെ തെറ്റിയിട്ടില്ല. ഞാൻ ഇത്ര ഹാപ്പി ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ മറിമായത്തിൻ്റെ ടീം തന്നെയാണ്. ആ ടീമിൽ നിന്ന് ഇനിയും ഇനിയും ഒരുപാട് നല്ല നല്ല എപ്പിസോഡുകൾ, നല്ല റെലവെന്റ് കണ്ടന്റുകളുള്ള നമ്മളുടെ പ്രേക്ഷകരെ ഇരുത്തി കാണിപ്പിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അതാണ് പറയേണ്ട ഒരു കാര്യം. അതുപോലെയുള്ള നല്ല 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 കാര്യങ്ങൾ ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടാവട്ടെ. ആ ടീം ഒരു പവർ സ്ട്രോങ് ടീമാണ്. അതേ പവറിൽ അതേ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിഷയമാണ് ചേച്ചി. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.